ഓക്കെ, നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിനി പുട്ട് ഫില്ല് ചെയ്യാം. മാവ് ആദ്യം ചിക്കൻ ചേർക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചിക്കൻ. നമ്മൾ തേങ്ങ സാധാരണ ഇടും പോലെ ഇതാദ്യം ചിക്കൻ ഫില്ലിങ് ആണ്. ഇളക്കണം. കുതിർന്ന് വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ചെയ്യണം അല്ലേ? നമ്മളത് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് വച്ചിരുന്നു. മതിയോ? ഓക്കെ, ആദ്യം ചിക്കൻ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റും ലാസ്റ്റും ആണ് ചിക്കൻ. നടുക്കൂട മാക്സിമം ആയിക്കോട്ടെ. ചിക്കൻ അല്ലേ, കുഴപ്പമില്ല, നമുക്ക് വിരോധമില്ല. ഇങ്ങനെ അമർത്തി വെക്കില്ല അല്ലേ? ഇല്ല. ലൂസായിട്ട് വെക്കുക, പ്രസ് ചെയ്യാതെ വെക്കാം. ഇതിൽ കുറച്ച് ഇങ്ങനെ ആക്കാം, നല്ല ഭംഗി വരുന്നുണ്ട്. അടപ്പിൻ്റെ അകത്ത് അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ വീഴില്ലേ? ഭയങ്കര എക്സ്പേർട്ടാണ് പുട്ട് മേക്കുന്നത്. ഇനി ഇത് എത്ര മിനിറ്റ് വെക്കണം? നമ്മൾ സാധാരണ നന്നായിട്ട് എല്ലാ സൈഡും കിഴുത്ത വഴിയെല്ലാം ആവി വന്ന് ഒരു 2 മിനിറ്റ് എടുക്കാം. നോർമൽ ടൈം മതിയോ അതോ കുറച്ച് മതി? അത് മതി. കാരണം എല്ലാം വെന്തിരിക്കും. വെന്തതുകൊണ്ട് നമുക്കിനി പുട്ട് മാത്രം വെന്തിട്ടാൽ മതി. പുട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂട് ചിക്കൻ, നമുക്കല്ല എനിക്ക് കഴിക്കാൻ പറ്റും ചൂട് ചിക്കൻ പുട്ട്. അപ്പം കൊതി പറഞ്ഞവർ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം, വേഗം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് പ്രധാനമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ്റെ നല്ല ദശയുള്ള കഷ്ണങ്ങൾ, അതിൽ എല്ലാം ഒട്ടും ഇല്ലാണ്ട് കൊച്ചു കൊച്ചു പീസസ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ സാധാരണ അരിമാവിന് പുട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പുട്ടുപൊടി, ആ പൊടി ഒരു 1-1.5 കപ്പ് പൊടി എടുക്കുക. പിന്നെ വെള്ളം, ഒരു തേങ്ങ കഷ്ണത്തിൻ്റെ മുഴുവൻ ചുരണ്ടി വെച്ചത്, ഗരം മസാല, കുരുമുളക്, ഉപ്പ്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൽ ചേരുവകളായിട്ട് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത്, ചിക്കൻ നമ്മളൊരു കുക്കറിലെടുത്തു, 1 കപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും 1 സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നന്നായിട്ട് വേവിക്കാൻ വെച്ചു. കുക്കർ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിന് ചിക്കൻ പീസസ് എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അത് ഒരു കറക്ക് അടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് അതങ്ങ് മഷി പോലെ അരിഞ്ഞു പോലും ഒന്ന് കറക്കി എടുക്കാൻ പറ്റില്ല. അപ്പം നല്ല തുരുതുരാന്നായിട്ട് കിട്ടും. ഈ ഒരു പോർഷൻ ആകുമ്പോൾ ആദ്യത്തെ ഘട്ടമായി. രണ്ടാം ഘട്ടം നമ്മൾ മാവെടുക്കുക. പുട്ടുമാവിൽ വെള്ളം അത്യാവശ്യത്തിന് ഉപ്പും ചേർത്ത് പകുതി തേങ്ങ, നമ്മൾ സാധാരണ തേങ്ങ പുട്ടിൻ്റെ മേളിലും താഴെയും വയ്ക്കാറുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ പുട്ടിൻ്റെ കൂടെ തന്നെ, മാവിൻ്റെ കൂടെ തന്നെ പകുതി തേങ്ങ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുന്ന സമയം നമുക്ക് വെറുതെ നിൽക്കേണ്ട, നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. വേറൊരു പാൻ എടുക്കുക. പാനിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഇവിടെ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിൽ ലേശം ഇഞ്ചിയും ഇടുക. ഇഞ്ചി ഒന്നും പച്ചപ്പം മാറി മൂത്ത് തുടങ്ങുമ്പോൾ വെളുത്തുള്ളി ഇടുക. അതും ഒന്ന് പച്ചപ്പം മാറി കഴിയുമ്പോൾ സവോളയും കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതൊന്ന് വഴറ്റി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച് ഒന്ന് കറക്കി, മിക്സിയിൽ കറക്കി, അരച്ചെന്ന് പറയാൻ പറ്റില്ല, കറക്കി വെച്ച ചിക്കൻ പീസസ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ വഴറ്റിയെടുത്ത് വെച്ചാണ് ഈ കാണുന്ന പരുവം. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, പുട്ട് മേക്കറിൽ വെള്ളം ഒഴിച്ച് ചില്ലിട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ആദ്യം ചിക്കൻ്റെ ഈ വാർത്ത വെച്ചപ്പോൾ ഒരു ചിക്കൻ തോരൻ പരുവത്തിലായിരിക്കുന്ന ഇത് 2 സ്പൂൺ ചേർക്കുക. പിന്നെ മാവ്, നമ്മൾ നനച്ച് വെച്ച മാവ് ചേർക്കും. വീണ്ടും ചിക്കൻ, വീണ്ടും മാവ്, വീണ്ടും ചിക്കൻ, അങ്ങനെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇപ്പം എന്താ ഇത് സ്റ്റീം വന്നിരിക്കാം. ഇത് സ്റ്റീമിൻ്റെ വരേണ്ട അളവെന്ന് വെച്ചാൽ എല്ലാ കിഴത്തേക്കും കൂടെ നിറയെ ആവി വരണം. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് നല്ല ചൂടോടെ വേവണം. മാവ് ഫില്ല് ചെയ്യുമ്പോൾ അമർത്തി വെച്ചിട്ട് ചെയ്യരുത്, വളരെ ലൂസായിട്ട് കോരി തന്നെ ഇടണം. അപ്പോഴത്തേക്കും എല്ലായിടത്തും കൂടെ ആവി കയറി നന്നായിട്ട് പുട്ടുണ്ടായി വരും. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം. നമ്മൾ സാധാരണ എന്താ പറയുക, അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും പോലെ വലിയ സ്ട്രോങ് പുട്ടല്ല, വളരെ സോഫ്റ്റ് പുട്ടാണ്. അതുകൊണ്ട് തന്നെ എടുത്തപ്പോഴത്തേക്ക് ഇതാ നിലം പതിച്ചു. അത് നമുക്കിത് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്യാം.
ഇത് 3 ലെയറായിട്ട് ആദ്യം ചിക്കൻ, പിന്നെ മാവ്, പിന്നെ ചിക്കൻ ഇതായിട്ട് റെഡിയായി. ഇനി എല്ലാം കൂടെ കൂട്ടി കുഴച്ച് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചൂടോടെ തട്ടിയിടുക. അപ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു പുതിയ ചിക്കൻ പുട്ടിനോട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം.